മുസ്ലിം ലീഗ് സ്ത്രീ പുരുഷ സമത്വം അംഗീകരിക്കുന്നില്ല എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സാമൂഹ്യ നീതിയാണ് വേണ്ടത്. സ്ത്രീയും പുരുഷനും തുല്യരെന്നത് പ്രായോഗികമല്ലാത്തത്. ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്ക് വേറെ മത്സരമാണ്. ബസ്സിൽ പ്രത്യേക സീറ്റല്ലേ? സ്കൂളിൽ പോലും ഇരിക്കുന്നത് ഒരേ ബെഞ്ചിലാണോ? വേറെയല്ലേ എന്നും PMA സലാമിന്റെ പരാമർശം. സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ കഴിയും. ലോകം അംഗീകരിച്ചിട്ടുണ്ടാകും. എന്തിനാ ഈ ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ? അല്ലേ? ഇവിടെ രണ്ടും തുല്യാണ്. ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സീറ്റുകൾ എഴുതി വെക്കുന്നുണ്ടല്ലേ ഇവിടെ? എന്തിനാ? വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാന്തപുരം മുസ്ലിയാരുടെ പരാമർശം വലിയ തരത്തിൽ വിമർശനമായിരുന്നു. ഇത്തരത്തിൽ സ്ത്രീകളുടെ തുല്യതയെക്കുറിച്ച് പറഞ്ഞു. അതിലാണ് ഇപ്പോൾ PMA സലാമിന്റെ ഒരു പരാമർശം കൂടി, നിലപാട് കൂടി അതിനോട് ചേർത്ത് വെച്ച് വരുന്നത്. എങ്ങനെ ഇതിനെ വിലയിരുത്താം? സ്വാതി, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു മതപണ്ഡിതനാണ് എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ PMA സലാം ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു വലിയ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് സ്ത്രീയും പുരുഷനും സമത്വത്തോടെ അല്ല, അല്ലെങ്കിൽ ഒരു തുല്യരല്ല എന്ന് നൽകാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള ഒരു നേതാവ് പറയുകയാണ് ഇപ്പോൾ തുടരുന്നത്. അതായത് സാമൂഹ്യ നീതിയാണ് സ്ത്രീക്കും പുരുഷനും വേണ്ടത്, അല്ലാതെ സ്ത്രീ പുരുഷ തുല്യതയല്ല. അത് ലോകത്തെവിടെയും അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനെ വിചിത്രപരമായ നിരവധി ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, ഒരു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് പറയുന്നത്. ഏറെ അപകടകരമാണ് എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ ഏറെ വിവാദപരമാണ് എന്ന് എല്ലാം പറയാവുന്ന ഒന്ന് തന്നെയാണ് ഇത്. മുസ്ലിം ലീഗിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് PMA സലാമിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ അതോ മുസ്ലിം ലീഗിൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായമാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇന്നലെ എടക്കരയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. ഇല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു നിലപാട് പറയുന്നത് പോലെ അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ 21-ാം നൂറ്റാണ്ടിൽ കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറയേണ്ട രീതിയിലല്ല PMA സലാം പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്നും. സ്വാതി.